إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أيها المؤمنون أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു പോരുന്ന നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കഴിവിൽ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പരമകാരുണികനായ തമ്പുരാൻ നാം ഏവരെയും അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ 7-ാം വർഷം ഖൈബർ യുദ്ധം കഴിഞ്ഞ് സഹാബത്തൊക്കെ മദീനയിലേക്ക് മടങ്ങി. ഖൈബർ യുദ്ധം വളരെ നിർണായകമായ ഒരു യുദ്ധമായിരുന്നു. ഗനീമത്ത്, കുറച്ച് ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, വളരെ ചുരുങ്ങിയ ഗനീമത്താണ് മുസ്ലിങ്ങൾക്ക് കിട്ടിയത്. ഗനീമത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, യുദ്ധത്തിൽ പരാജയപ്പെടുന്ന, തോറ്റോടുന്ന വിഭാഗം വിട്ടേച്ച് പോകുന്ന സ്വത്തിനാണ് ഗനീമത്ത് എന്ന് പറയുന്നത്. അത് ജയിച്ച വിഭാഗത്തിന് എടുക്കാം, അനുവദനീയമാണ്. അങ്ങനെ സ്വഹാബത്ത് കിട്ടിയ ഗനീമത്തൊക്കെ ആയിട്ട് മടങ്ങി. അങ്ങനെ മദീനയിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ ഒരു താഴ്വരയിൽ വിശ്രമിക്കാൻ വേണ്ടി പ്രവാചകനും സഹാബത്തും ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു അടിമയുണ്ട്, മിദ്അം എന്നാണ് അയാളുടെ പേര്. താഴ്വരയിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശത്രു അമ്പെയ്തു. അയാള് വേറെ ആരെയോ ലക്ഷ്യം വെച്ച് ചെയ്തതാണ്, ഒരുപക്ഷെ പ്രവാചകനായിരിക്കാം. അമ്പ് ഈ അടിമയായ മിദ്അം എന്ന് പറയുന്ന ആളുടെ
കഴുത്തിലാണ് തറച്ചത്. അയാൾ മരിച്ചു. സഹാബത്തെല്ലാം ഓടിക്കൂടി. അയാൾ മരണപ്പെട്ടു. മരിച്ചപ്പോ ആളുകൾ പറഞ്ഞു, ഫുലാൻ ഷഹീദ്, ഫുലാനുൻ ഷഹീദ്. ഈ മനുഷ്യൻ ഷഹീദാണ്, രക്തസാക്ഷിയാണ്, ഇയാൾ രക്തസാക്ഷിയാണ് എന്ന് ആളുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കല്ല, അങ്ങനെയല്ല. വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ഇന്നി റഅയ്തുഹു ഫിന്നാർ, അയാളെ ഞാൻ നരകത്തിൽ കണ്ടിരിക്കുന്നു. ആ മനുഷ്യൻ നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫീ ബുർദത്തിൻ ഗല്ലഹ, എന്തേ അയാൾ നരകത്തിൽ പോകാൻ കാരണം? അയാൾ ഗനീമത്ത് സ്വത്ത് എടുത്തപ്പോൾ, ശേഖരിച്ചപ്പോൾ ആരും അറിയാതെ അയാൾ ഒരു വിരിപ്പ്, ഒരു പുതപ്പ് അയാൾ അടിച്ചു മാറ്റി. ഒരു പുതപ്പ് അയാൾ ആരും അറിയാതെ പൊക്കി കട്ടെടുത്തു. അത് കാരണം അയാൾ നരകത്തിൽ പോയി. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അലയോ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകനെ, ഇദ്ഹബ് ഫനാദി ഫിന്നാസ്, നീ എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ഇടയിൽ ചെന്ന് വിളിച്ചു പറയുക. എന്താ പറയേണ്ടത്? അന്നഹു, തീർച്ചയായും, ലാ യദ്ഖുലുൽ ജന്ന ഇല്ലൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികളല്ലാതെ മറ്റാരും തന്നെ സ്വർഗത്തിൽ പോകില്ല എന്ന് നിങ്ങൾ പോയി വിളിച്ചു പറയുക. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് വരികയും അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, അലാ, അറിയണം, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്ന ഇല്ലൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികളല്ലാതെ സ്വർഗത്തിൽ പോവുകയില്ല എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. അപ്പൊ ആ സമയത്ത് ഇതിങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ രണ്ട് ചെരുപ്പിന്റെ വാറേറ്റ് പ്രവാചകന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അസബതു യൗമ ഖൈബർ, ഇത് ഖൈബറിൽ നിന്നും കിട്ടിയതാ. ഗനീമത്ത് ശേഖരിച്ചപ്പോ കിട്ടിയ രണ്ട് ചെരുപ്പിന്റെ വാറാണ്, ഇതെന്താ ഞാൻ ചെയ്യേണ്ടത്? നബി പറഞ്ഞു, ശിറാക്കും മിന്നാർ ഔ ശിറാക്കാനി മിന്നാർ, നരകത്തിൽ നിന്നുള്ള ചെരുപ്പിന്റെ വാർ, തീ കൊണ്ടുള്ളതാണ്. ഉടനെ ആ മനുഷ്യൻ ഇത് വലിച്ചു. ഇപ്പൊ എന്തേ സംഭവിച്ചത്? ഒരു പുതപ്പ് കാരണം ഒരു മനുഷ്യൻ നരകത്തിൽ പോയി. അയാൾ ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്, നന്നായി പോരാടിയ ആളാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അയാൾ ആരും അറിയാതെ അയാൾ ഒരു വിരിപ്പ് തട്ടിയെടുത്തു, അല്ലെങ്കിൽ ആരും അറിയാതെ എടുത്തു മാറ്റി തൻ്റെതാക്കി സൂക്ഷിച്ചു വെച്ചു. അത് കാരണമാണ് ആ മനുഷ്യൻ നരകത്തിൽ പോയത്. ഒരു ചെരുപ്പിന്റെ വാറാണെങ്കിലും ശരി, പുതപ്പാണെങ്കിലും വിരിപ്പാണെങ്കിലും ഒരു ഷാളാണെങ്കിലും എന്തായിരുന്നാലും ശരി, അന്യായമായി എടുത്തു കഴിഞ്ഞാൽ അത് മതി നരകത്തിൽ പോകാൻ കാരണം എന്ന്. അപ്പൊ കേവലം നമസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, ഹജ്ജ് കൊണ്ട്, ഉംറ കൊണ്ട്, സക്കാത്ത് കൊണ്ട്, സദഖ കൊണ്ട്, അതുകൊണ്ടൊന്നും മാത്രം സ്വർഗത്തിൽ പോകില്ല. ആരെയെങ്കിലും പറ്റിച്ച് എന്തെങ്കിലും ഒരു സാധനം തൻ്റെതാക്കി അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരാളെ വഞ്ചനയിലൂടെ എന്തെങ്കിലും ഒരു സാധനം തൻ്റെതാക്കി മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് മതി ഒരാൾ നരകത്തിൽ പോകാൻ കാരണം. നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ നല്ല പ്രയാസമാണ്. സ്വർഗം കിട്ടാൻ അത്ര എളുപ്പമല്ല. സ്വർഗം ലഭിക്കണമെങ്കിൽ നന്നായി കഷ്ടപ്പെടണം. കേവലം തന്റെ സദക്ക കൊണ്ട്, സക്കാത്ത് കൊണ്ട്, ഹജ്ജ് കൊണ്ട്, ഉംറ കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകില്ല. ഒന്നും വേണ്ടെന്നല്ല, അതൊക്കെ വേണം. അതോടൊപ്പം ഇത്തരത്തിലുള്ള കളവ്, വഞ്ചന, ചതി, ഇതുപോലത്തെ കാര്യങ്ങളെങ്ങാനും ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ, കച്ചവടത്തിൽ പൂഴ്ത്തിവെപ്പ്, മറ്റവനെ പറ്റിച്ചിട്ട് എന്തെങ്കിലും സമ്പാദിക്കൽ, അവന്റെ മുതൽ കട്ടെടുക്കൽ, അറിയാതെ എടുത്തു മാറ്റൽ, ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും മുതലാളിയെ, ഉടമസ്ഥനെ, തന്റെ മേലധികാരിയെ പറ്റിച്ചുകൊണ്ട് വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ അത് മതി നരകത്തിൽ പോകാൻ കാരണമായി തീരും. പല ആളുകളും ലാഘവത്തോടെ പറയും, നിസ്സാരമായി അതൊക്കെ ഞാൻ അടിച്ചു മാറ്റിയത്. അങ്ങനെ പറച്ചിലുണ്ട്. അത് ഞാൻ അടിച്ചു മാറ്റിയത് നിസ്സാരമായിട്ട്. വളരെ സൂക്ഷിക്കണം, വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുസ്ലിമായി ജീവിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് മുസ്ലിമായിട്ട് മരിക്കൽ. അതുകൊണ്ടാണല്ലോ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ജുമുഅ ഖുതുബയിൽ കേൾക്കുന്ന ഒരു ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുതേ. ആരോടാ പറയണത്? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാ പറയുന്നത്. വിശ്വാസികളെ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുതേ. സാധ്യതയുണ്ട്, ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. റസൂല് പറഞ്ഞില്ലേ, ചില ആളുകൾ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, ചില ആളുകൾ രാവിലെ മുസ്ലിമായിരിക്കും, വൈകുന്നേരം കാഫിറായി മരിക്കും. നേരെ തിരിച്ചു, കാഫിറാകും വൈകുന്നേരം, രാവിലെ മുസ്ലിമാകും, രാവിലെ കാഫിറാകും, വൈകുന്നേരം മുസ്ലിമാവും. അങ്ങനെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഈമാൻ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്, വെറുതെ കിട്ടുകയില്ല. ഞാനെ കുറച്ച് മുഅ്മിനാണ്, നല്ല വിശ്വാസിയാണ്, ദീനിന്റെ മാർഗത്തിൽ നന്നായി പ്രവർത്തിക്കുന്നവരാണ്, സംഘടനയുടെ നേതാവാണ്, അതാണ് ഇതാണ്, പ്രസിഡന്റാ, സെക്രട്ടറിയാണ്, ഒരുപാട് സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും തന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു, തന്റെ ബിസിനസ്സിൽ, വ്യവഹാരത്തിൽ, ജോലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതി, ഒരു നേരിയ മാൽ പ്രാക്ടീസ് ഉണ്ടായാൽ, തെറ്റായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് മതി നരകത്തിൽ പോകാൻ കാരണമായി തീരുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച ആളാണ്, നമുക്കറിയാം. ഖുർആനിലെ ഏറ്റവും നല്ല കഥ എന്ന് പറഞ്ഞുകൊണ്ട്, അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല കഥ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന കഥ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥയാണ്. നമ്മളൊക്കെ എത്രയോ തവണ വാദുകളിലും മറ്റും കേട്ടിട്ടുള്ളതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ചെറുപ്പത്തിൽ കുട്ടിയായിരുന്ന കാലത്ത് സഹോദരന്മാരുടെ അസൂയക്ക് വശംവദനായി കിണറ്റിൽ എറിയപ്പെട്ടു. ആ കിണറ്റിൽ അദ്ദേഹം ഒരു ദിവസം കിടക്കുന്നു, അവിടുന്ന് രക്ഷപ്പെടുന്നു, യാത്രാ സംഘം കൊണ്ടുപോയി വിൽക്കുന്നു, അടിമയായി ജീവിക്കുന്നു. ആ വീട്ടിൽ ഒരുപാട് പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടായി. ജയിലിൽ, കാരാഗൃഹത്തിൽ അകപ്പെടുന്നു ഒരുപാട് കാലം. പിന്നെ രക്ഷപ്പെട്ട് അദ്ദേഹം ആ നാട്ടിലെ മിസ്രിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി മാറുന്നു. ഒരുപാട് ഘട്ടങ്ങളിലൂടെയുള്ള ജീവിതത്തിന്റെ ആ അവസാന ഘട്ടത്തിൽ അത് എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടി. തന്റെ പിതാവും മാതാവും സഹോദരന്മാരും എല്ലാവരും തന്റെ കീഴിൽ വന്ന് ആ അങ്ങനത്തെ ഒരു വലിയ സന്തോഷകരമായ മുഹൂർത്തത്തിൽ അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, നാഥാ, നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. റബ്ബിഖദ് ആതൈതനീ മിനൽ മുൽക്കി, നീ എനിക്ക് രാജാധികാരം നൽകി, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു, ഒരുപാട് കാര്യങ്ങൾ നീ എനിക്ക് അനുഗ്രഹമായി നൽകിയിട്ടുണ്ട്. പക്ഷേ നിന്നോട് ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ, തവഫനി മുസ്ലിമ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ.
വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ. ആരാ പ്രാർത്ഥിക്കണം? യൂസുഫ് നബി അലൈഹിസ്സലാം. ഒരു പ്രവാചകന്റെ പ്രാർത്ഥന. മുസ്ലിമായി എന്നെ മരിപ്പിക്കണം, സ്വാലിഹീങ്ങളിൽ സദ്വൃത്തരിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ. എത്ര പ്രവാചകന്മാർ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമുക്കറിയാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകൻ ഇസ്മായിലിനെ ചാരത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക, നാഥാ എന്നെയും എന്റെ ഈ മകനെയും എന്റെ സന്താന പരമ്പരകളെയും എല്ലാം നീ ഒരു മുസ്ലിങ്ങളാക്കി മാറ്റണമേ. ഞങ്ങളെ രണ്ടാളെയും കുടുംബത്തെയും നീ മുസ്ലിങ്ങളാക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. ആരാ ഇബ്രാഹിം നബി? ഖലീലുള്ളാഹ്, അള്ളാന്റെ ചങ്ങാതി എന്നറിയപ്പെടുന്ന ആളാണ്. അവസാനത്തിൽ ഈമാനോടെ മരിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമുക്കറിയാം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. എന്റെ ഖൽബിനെ, എന്റെ ഹൃദയത്തെ ഈ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല തവണയുള്ള ദിനേയുള്ള പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഒരു പ്രാർത്ഥനയാണ്. റസൂല് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊക്കെ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം സഹോദരന്മാർ? നാം ആലോചിക്കണം. വലിയൊരു വിഷയമാണ് മുസ്ലിമായി മരിക്കാൻ കഴിയുക എന്നത്. വലിയൊരു വിഷയം തന്നെയാകുന്നു സഹോദരന്മാരെ. യാക്കൂബ് നബി അലൈഹിസ്സലാം മരിക്കാൻ കിടക്കുമ്പോ മക്കളെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശം, അല്ലയോ മക്കളെ, നിങ്ങളൊക്കെ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുതേ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുതേ മക്കളെ. അങ്ങനെയാണ് വാപ്പാര് മക്കൾക്ക് വസിയ്യത്ത് കൊടുക്കേണ്ടത്. മക്കളോടുള്ള ഏറ്റവും വലിയ വസിയ്യത്ത് അതാണ്. എപ്പോഴാണ് ഈമാൻ തെറ്റിപ്പോവുക എന്ന് പറയാൻ കഴിയില്ല. പെട്ടെന്ന് മാറിപ്പോകും, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലേക്കോ മാറിപ്പോയി ആളാകെ നശിച്ചു പോകുന്ന കഥ നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കും. നമ്മളൊക്കെ പറയാറില്ല, ഓ അയാൾ അങ്ങനെയായോ, എന്തോ നല്ല മനുഷ്യനായിരുന്നു, ഇപ്പൊ അടുത്തുകൂടി ഞാൻ അയാളെങ്ങനെ കണ്ടല്ലോ, അവിടെ കണ്ടു, പള്ളിയിൽ കണ്ടു, അയാൾ അങ്ങനെ കണ്ടിരുന്നു, ഇപ്പൊ എന്തായാലും പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്. സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഹൃദയങ്ങൾ മാറി മറിയും. ഖൽബ് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം മാറി മറിയുന്നത്, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തെ ഇതിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് പറയാൻ കാരണം. യുദ്ധം നടന്നുകൊണ്ടിരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബദർ യുദ്ധം, കൊടുമ്പിരി കൊണ്ട യുദ്ധം നടക്കുക. മുസ്ലിങ്ങളുടെ ഭാഗത്ത് ഒരു മനുഷ്യൻ, മുസ്ലിങ്ങളുടെ ഭാഗത്ത് യുദ്ധം ചെയ്യുന്ന കൂട്ടത്തിൽ ഒരാൾ വളരെ ശക്തമായി തന്റെ മുന്നിലുള്ള എതിരാളികളെ, ശത്രുക്കളെ അരിഞ്ഞു വെട്ടിക്കൊണ്ട് ഒരു വലിയ ഒരു ഒരു ഈറ്റപ്പുലിയെ പോലെ മുന്നോട്ട് ശക്തമായി കുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം ഭടൻ, യോദ്ധാവ്, പട്ടാളക്കാരൻ, തന്റെ മുന്നിലുള്ള എതിരാളികളെ വകവരുത്തിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു ചാടുന്ന ആ മനുഷ്യൻ, അയാളെ നോക്കിക്കൊണ്ട് ഒരു സഹാബി നബിയോട് പറയാണ്, പ്രവാചകരെ, ഇതുപോലത്തെ 10 ആളുണ്ടെങ്കിൽ നമുക്ക് ഏത് യുദ്ധവും ജയിച്ചടക്കാം. ഇങ്ങനത്തെ ഒരു 10 ആളുണ്ടെങ്കിൽ എന്താ അയാളെ ധൈര്യം, വീരശൂര പരാക്രമി, ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഏതും ഈസിയായി ജയിക്കാം. റസൂൽ പറഞ്ഞു, അയാൾ നരകത്തിലേക്കാണ് കുതിച്ചു കൊണ്ടിരിക്കുന്നത്. അയാൾ നരകത്തിലേക്കാണ് കുതിക്കണത്. അപ്പൊ ഈ സഹാബിക്ക് സംശയം, നബി എന്താ പറയുന്നത്? മുസ്ലിങ്ങളുടെ ഭാഗത്ത് ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തി മുന്നോട്ട് പോകുന്ന മുസ്ലിം സൈന്യാധിപൻ, പട്ടാളക്കാരൻ, അയാളെ നോക്കി റസൂൽ പറയുന്നു നരകത്തിലാ. നബി വെറുതെ പറയില്ല, അതൊന്നും അറിയണല്ലോ എന്ന് വിചാരിച്ച്
ഈ മനുഷ്യനെ തന്നെ നോക്കി ഈ സഹാബി കുറച്ചു ദൂരം ഇയാളെ തന്നെ വാച്ച് ചെയ്ത് പിന്നാലെ നടന്നു ഒളിഞ്ഞു നോക്കിക്കൊണ്ട്. ഇയാള് പലരെയും അരിഞ്ഞു വീഴ്ത്തി മുന്നോട്ട് പോകുന്നു. തന്റെ മുന്നിലുള്ള ആളുകളൊക്കെ നിരത്തിക്കൊണ്ട് ഇയാൾ മുന്നോട്ട് കുതിക്കുന്നത്. ആ സമയത്ത് പിറകിൽ നിന്നൊരു ശത്രു, ഒരു മുശ്രിക്ക് ഇയാളെ കാലിന് വെട്ടി, കാലങ്ങട്ട് മുറിഞ്ഞ് രക്തം ധാരധാരയായി ഒഴുകുക. അയാൾക്ക് ആ വേദന സഹിക്കാൻ കഴിയുന്നില്ല. അയാൾ അതുവരെ ശത്രുവിനെ കൊല്ലാൻ ഉപയോഗിച്ച ആ വാള് അതിന്റെ പിടിഭാഗം മണലിൽ താഴ്ത്തി മുനമേൽപോട്ടാക്കി അയാൾ അതിന്മേൽ കമഴ്ന്ന് കടന്ന് വയറ്റത്ത് തുളച്ച് കയറ്റി അയാൾ ആത്മഹത്യ ചെയ്തു. ഇത് കണ്ട മറ്റേ സഹാബി ഓടി വന്ന് നബിയോട് പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലല്ലാഹ്, ഞാൻ ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിക്കുന്നു നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്. എന്തേന്ന് വെച്ചു, നിങ്ങളാ പറഞ്ഞ ആള് ഇങ്ങനെയാണ് മരിച്ചത്. ആത്മഹത്യ ചെയ്ത പിന്നെന്താ സ്ഥിതി? എല്ലാം പോയി. അതുവരെ ചെയ്തതെല്ലാം ബാത്തിലായി. ആത്മഹത്യ ചെയ്ത പിന്നെ എല്ലാ നന്മയും വെറുതെയാണ്. അയാൾ അതുവരെ ചെയ്ത നന്മകളൊക്കെ ഒളിഞ്ഞുപോയി. അയാൾ നരകത്തിന്റെ അവകാശിയായി മാറി. മുസ്ലിമായി മരിക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞില്ല. അയാൾ ഒരുപാട് ഇസ്ലാമിന്റെ എതിരാളികളെ കൊന്നൊടുക്കിയ ആളാണ്, ഒക്കെ ശരിയാണ്. അയാളുടെ അന്ത്യം, അയാളുടെ അവസാനം ഈ രൂപത്തിലായിരുന്നു. അതുകൊണ്ട് അയാൾ നരകത്തിന്റെ അവകാശിയായി. അപ്പോ ഈമാൻ കിട്ടുക, മുസ്ലിമായി മരിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ എപ്പോഴും പടച്ചവനെ ഈമാൻ കിട്ടി ഷഹാദത്ത് കലിമ ചൊല്ലി ഈമാനോടുകൂടി ഞങ്ങളെ നീ മരിപ്പിക്കണമേ എന്ന് നമ്മളെല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളതാണ്. മരണാസന്നമായി കിടക്കുന്ന ആരുടെ അടുത്ത് വന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുക പല തവണ അയാൾ പറയാൻ വേണ്ടി. അവസാനത്തിൽ ആ ഈമാൻ കിട്ടിയ ആൾക്ക് മരിക്കാൻ കഴിയട്ടെ എന്നതിന് വേണ്ടിയാണ് അത് ചൊല്ലിക്കൊടുക്കാൻ നമ്മളോട് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അന്ത്യനിമിഷം വരെയും ഈ പറഞ്ഞ രൂപത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ മുസ്ലിമായി ഈമാനോടുകൂടി മരിക്കാൻ കഴിയുകയുള്ളൂ. ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ അബദ്ധങ്ങൾ വന്നാൽ അത് മതി, തൗബ ചെയ്തില്ലെങ്കിൽ നരകം വാങ്ങിക്കാൻ അത് മതി. സഹാബത്ത് നേരം വെളുത്താൽ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് ഓടുകയാണ് അവരുടെ ഈത്തപ്പനത്തോട്ടത്തിലേക്ക്. എന്തിനാ ഓടുന്നത്? തൊട്ടപ്പുറത്തുള്ള തന്റെ സഹോദരന്റെ ഈത്തപ്പന മരത്തിൽ നിന്നും തന്റെ തൊടിയിലേക്ക് വീണ ഈത്തപ്പഴം എടുത്ത് പെറുക്കിയെടുത്ത് അങ്ങോട്ടെറിയാൻ, അയാളെ തൊടിയിലേക്ക് തിരിച്ചെറിയാൻ വേണ്ടി. കാരണം തന്റെ മക്കളും മറ്റും അറിയാതെ ഇതെടുത്ത് ഭക്ഷിച്ചാലോ എന്ന് പേടിച്ചുകൊണ്ട് വേഗം ഓടി അതെല്ലാം പെറുക്കിയെടുത്ത് ഉടമസ്ഥന്റെ വളപ്പിലേക്ക് തൊടിയിലേക്ക് എറിയാൻ വേണ്ടി നേരം വെളുത്ത് ആദ്യം ഓടി ചെയ്യുന്ന പണി അതാണ് അല്ലേ? നമ്മളോ മറ്റുള്ളവരുടെ മാങ്ങയും ചക്കയും അതുപോലെ പൊടിയോ എന്താണെങ്കിൽ അത് പെറുക്കിയെടുത്ത് തന്റേതാക്കാനാ നമ്മുടെ കുട്ടികളൊക്കെ ഓടിപ്പോകാറുള്ളത്. അത്രക്കും ഭയത്തോടെയാണ് അവരെല്ലാം അതിനെ കണ്ടിരുന്നത്. സഹോദരന്മാരെ, സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുക. ആ പള്ളിയുടെ ഒരു മൂലയിൽ സകാത്തിന്റെ ഈത്തപ്പഴം അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിക്കുക, ഒരു മൂലയിൽ കുന്നുകൂടി കിടക്കുക. പ്രവാചകന്റെ പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവര് പള്ളിയിലേക്ക് ഓടി വന്ന് ആ ഈത്തപ്പഴം കൂട്ടിയിട്ടത് കണ്ടപ്പോൾ അങ്ങോട്ട് ഓടിച്ചെന്ന് അതിൽ നിന്നൊരു ചുളയെടുത്ത് വായിലിട്ടു. പ്രവാചകൻ ഉടനെ മിമ്പറിൽ നിന്ന് ഇറങ്ങി ഓടിച്ചെന്ന് മക്കളുടെ അടുത്ത് ചെന്ന് കഹിൻ കഹിൻ തുപ്പ് മക്കളെ, തുപ്പിക്കളെ, അങ്ങോട്ടിട്, വായിന്ന് തുപ്പിയിട്ട് അവിടേക്കിട്, കഴിക്കല്ലേ, സകാത്തിന്റെ മുതല് നബി കുടുംബത്തിന് പാടില്ല, ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വായിൽ നിന്ന് അങ്ങോട്ട് തന്നെ
സക്കാത്തിന്റെ മുതൽ അതിലേക്ക് തന്നെ ഇട്ടുകൊടുത്തു. കഴിക്കാൻ സമ്മതിച്ചില്ല. നമ്മളെന്താ ചിന്തിക്കുക? അതൊരു ഈത്തപ്പഴത്തിന്റെ ഒരു കാരക്കന്റെ ചൊളയല്ലേ, അതത്ര വലിയ പ്രശ്ന. കുട്ടികളല്ലേ, ഒരു കാരക്കല്ലേ, ഒരു ഈത്തപ്പഴല്ലേ എന്ന് നിസ്സാരമായിട്ട് നമ്മളൊക്കെ കാണുന്നു. വളരെ ഗൗരവത്തോടെ അവർ കണ്ടിരുന്നു. സഹാബത്ത് രാവിലെ ജോലിക്ക് പോകുമ്പോൾ അവരുടെ ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയും, ഇന്നാ നസ്ബിറു അലൽ ജൂഇ വലാ നസ്ബിറു അലാ നാരി ജഹന്നം. ഞങ്ങൾ വിശപ്പ് സഹിച്ചോളാം, നരകത്തിന്റെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഹറാമായ ഒരു മുതല് ഇങ്ങോട്ട് കൊണ്ടുവരരുതേ എന്ന് ഭാര്യമാര് ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാരോട് പറയാറുണ്ട്. ഭർത്താവ് കൊണ്ടുവരുന്ന ആ ശമ്പളം, കൂലി, ആ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഹലാലായതാകണം. ഒരാളെ പറ്റിച്ചത്, ഹറാമായത് ഇങ്ങോട്ട് കൊണ്ടുവരരുതേ. നരകത്തിന്റെ ചൂട് സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, വിശപ്പ് ഞങ്ങൾ എത്രയും സഹിച്ചോളാം. അത്രയും സൂക്ഷ്മത സഹാബ കിറാം, അവരുടെ ഭാര്യമാർ, മക്കൾ ഈ കാര്യത്തിൽ വളരെ ജാഗരൂകരായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, സ്വർഗം നേടിയെടുക്കുക എന്നത് വളരെ ഭാരമുള്ള, പ്രയാസമുള്ള ഒരു കാര്യമാണ്. നല്ല ശ്രദ്ധിക്കണം. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, ജോലിയിൽ, ഇടപാടിൽ, ബന്ധങ്ങളിൽ, മറ്റെല്ലാം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് മുസ്ലിമായി മരിക്കാനും റബ്ബിന്റെ പ്രതിഫലം, സ്വർഗം നേടിയെടുക്കാനും കഴിയുകയുള്ളൂ. ആ രൂപത്തിൽ എല്ലാ മേഖലയിലും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലീ വലക്കും വസ്തഗ്ഫിറുഹു യഗ്ഫിർ ലക്കും വദ്ഉഹു യസ്തജിബ് ലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك سيدنا محمد وآله وصحبه أجمعين. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് നടത്തുകയാണ്. മഹാനായ സഹാബി റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ കുറെ ദിവസം ജീവിച്ച് പ്രവാചകന് വേണ്ട ഖിദ്മത്തുകളൊക്കെ ചെയ്ത്, പ്രവാചകന് വേണ്ട സഹായങ്ങൾ ഒരു ഖാദിമിനെ പോലെ ചെയ്തുകൊണ്ട് കുറച്ച് ദിവസം പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ചു പോവുകയാണ്, നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, യാ റബിയ സൽനി തുഅത. റബിയ, നിനക്ക് എന്താ വേണ്ടത് ചോദിച്ചോ, ഞാൻ തരാം. എന്താ വേണ്ടതെങ്കിൽ ചോദിച്ചോ, ഞാൻ നൽകാം. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കുറച്ച് ആലോചിച്ച്, നബി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് പറയാം. അപ്പൊ നബി പുറത്തുപോയി, പ്രവാചകൻ പുറത്തുപോയി. നീ ആലോചിക്കും. അപ്പൊ അദ്ദേഹം ഇരുന്ന് ആലോചിച്ചു, എന്താണ് ഇപ്പൊ നബിയോട് ചോദിക്കേണ്ടത്. എന്ത് ചോദിച്ചാലും പ്രവാചകൻ തന്റെ കയ്യിലുള്ളത് തരും. എന്തായിരുന്നാലും ഉള്ളത് തരും. അപ്പൊ അദ്ദേഹം ആലോചിച്ച് തീരുമാനിച്ചു, പരലോകത്തേക്ക് ഗുണമുള്ള കാര്യം ചോദിക്കാം. കുറച്ചു കഴിഞ്ഞ് പ്രവാചകൻ വന്നു. റബിയ, നീ എന്താ തീരുമാനിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. എനിക്ക് നബിയെ സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ കഴിയണം, അതാണ് വേണ്ടത്. വേറെ എന്തെങ്കിലും ചോദിച്ചോ? നബി പറഞ്ഞു, ഹുവദാക, എനിക്കത് മാത്രം മതി, വേറൊന്നും വേണ്ട. അപ്പൊ നബി കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് നബി പറഞ്ഞു, ശരി, ഫഅഇന്നി അലാ നഫ്സിക ബികസ്റത്തിസ് സുജൂദ്. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, നിനക്ക് വേണ്ടി നീ എന്നെ സഹായിക്ക് സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്.
സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്ക്. എന്താ സുജൂദുകൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമാക്കുക എന്ന് പറഞ്ഞാൽ റവാത്തിബ് സുന്നത്തുകൾ, തഹജ്ജുദ്, തഹിയ്യത്ത്, ദിവസേന 12 റക്അത്ത് റവാത്തിബ്, സുബഹിന്റെ മുമ്പ്, ദുഹറിന്റെ മുമ്പ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആ നിസ്കാരങ്ങൾ 12 റക്അത്ത് റവാത്തിബ്, പള്ളിയിൽ കയറിയ തഹിയ്യത്ത് നിസ്കരിക്കുക. അതുപോലെ രാത്രി ഒന്നുറങ്ങി എഴുന്നേറ്റുകൊണ്ട് ഖിയാമുൽ ലൈൽ, തഹജ്ജുദ്, നമ്മൾ റമദാനിൽ തറാവീഹ് നിസ്കരിച്ചില്ലേ, അങ്ങനെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമാക്കുക. ഫർദ് നിസ്കരിക്കണം, അതിന്റെ പുറമെ സുന്നത്തുകൾ ധാരാളമാക്കിയാൽ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ കഴിയാം. നമ്മൾ റമദാനിൽ സുന്നത്ത് നമസ്കാരങ്ങൾ നന്നായി ശ്രദ്ധിച്ചു. നേരത്തെ പള്ളിയിലെത്തി, അല്ലെ, ദുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, ശേഷം 2 തഹിയ്യത്ത് നിസ്കാരങ്ങൾ, വുദൂന്റെ സുന്നത്ത്, തറാവീഹ് നിസ്കാരങ്ങൾ, ഖിയാമുൽ ലൈൽ, ഇങ്ങനെ ഒരുപാട് നമസ്കാരങ്ങളൊക്കെ നന്നായി ചെയ്ത ആളുകളാണ്. 29 ദിവസവും പെരുന്നാൾ മാസം കണ്ടപ്പോൾ അതെല്ലാം നിർത്തിയ ആളുകളുണ്ട് ഭൂരിഭാഗവും. അങ്ങനെ ആകരുതേ, നിങ്ങൾ റമദാനികൾ ആകരുതേന്ന്. റമദാനിൽ മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ആകരുത്. വലാകിൻ കൂനു റബ്ബാനി, നിങ്ങൾ റബ്ബാനികളാവുക. റമദാനിന് മാത്രമുള്ള സ്പെഷ്യൽ നിസ്കാരങ്ങളല്ല, എന്നും നിലനിർത്തുന്നതാണ് റബ്ബിന് ഇഷ്ടം. സുന്നത്തുകൾ ധാരാളമാക്കുക എന്നതാണ് ഈ പറഞ്ഞ രൂപത്തിൽ റബ്ബിന്റെ അടുക്കൽ കൂടുതൽ പ്രതിഫലം ലഭിക്കാനും പ്രവാചകന്റെ സാമീപ്യം സ്വർഗത്തിൽ ലഭിക്കാനും ഫർളിലെ അപാകതകൾ പരിഹരിക്കാൻ സുന്നത്ത് നമസ്കാരങ്ങൾ നമുക്ക് ഉപകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിറാജിന്റെ രാത്രിയിൽ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോൾ സ്വർഗത്തിൽ അതാ ഒരു മനുഷ്യനിങ്ങനെ നടന്നു പോകുന്ന കാലിന്റെ ശബ്ദം നബി ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ആരുടേതാണ് ആ നടന്നു പോകുന്ന ശബ്ദം സ്വർഗത്തിനകത്ത്? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അത് ബിലാലിന്റേതാണ്, ബിലാലിന്റെ കാലൊച്ചയാണത്. പിറ്റേ ദിവസം ബിലാലിനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ബിലാലെ, നീ എനിക്ക് മുമ്പേ സ്വർഗത്തിൽ പോയല്ലോ, എന്തേ അത്? നിന്റെ കാലൊച്ച ഞാൻ സ്വർഗത്തിൽ കേട്ടു. നീ ദുനിയാവിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ പ്രവർത്തനം എന്താണ് നീ ചെയ്തത്? നിന്റെ കാലൊച്ച ഞാൻ സ്വർഗത്തിൽ കേൾക്കുകയുണ്ടായി. അതിന് മാത്രം ഏറ്റവും മുന്തിയ അമൽ എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാൻ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ എപ്പോ വുദൂ ചെയ്താലും, ഏത് സമയത്ത് എപ്പോഴാണോ വുദൂ ചെയ്യുന്നത് എങ്കിൽ വുദൂഇന്റെ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കാറുണ്ട്. അത് ഞാൻ പാഴാക്കാറില്ല. നബി പറഞ്ഞു, അത് തന്നെയാണ്, അതാണ് സുന്നത്ത് നമസ്കാരമാണ് ഇത്തരത്തിൽ സ്വർഗത്തിൽ വേഗത്തിൽ കടക്കാൻ കാരണമായി തീർന്നത്. ഫർദ് വേണ്ടെന്നല്ല, ഫർദ് നിർബന്ധം. അതിന്റെ കൂടെയുള്ള റവാത്തിബുകൾ നമ്മൾ കൃത്യമായി പതിവാക്കുക. രാത്രി നിസ്കാരം, തറാവീഹ്, നമ്മൾ ഒന്നുറങ്ങി എഴുന്നേറ്റുകൊണ്ട് ആ സഹറിന്റെ സമയത്ത് എഴുന്നേറ്റ് ഒരു 5 റക്അത്തെങ്കിലും, പരമാവധി 11, അതിന് കഴിയില്ലെങ്കിൽ ഒരു 5 റക്അത്തെങ്കിലും നിത്യേന പതിവായി മുന്നോട്ട് കൊണ്ടുപോകുക, നിലനിർത്തുക. റമദാനിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള ആ ഒരു തഖ്വയും ഇഖ്ലാസും ഈമാനും ഒക്കെ നഷ്ടപ്പെടാതെ നമ്മൾ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കണം സഹോദരന്മാരെ. എങ്കിൽ മാത്രമേ റമദാൻ കൊണ്ടുണ്ടായ നേട്ടം, മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ റമദാനിലൂടെ നേടിയെടുത്ത തഖ്വയും ഈമാനും ഇഖ്ലാസും അടുത്ത റമദാൻ വരെയും നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്തു തരികയും നാളെ പരലോകത്തവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم آت نفوسنا تقواها
وزكها أنت وليها مولاها توفنا مسلمين والحقنا بالصالحين ربنا اغفر لنا وارحم والدينا ربنا ارحمهم كما ربونا صغارا ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم صل وسلم وبارك على عبدك ورسولك سيدنا محمد وآله وصحبه وارض اللهم عن الخلفاء الراشدين وعن سائر الصحابة أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين.